മണിക്കുട്ടിയുടെ കാഴ്ചയ്ക്ക് മങ്ങൽ അനുഭവപ്പെടുന്നു. സുരേട്ട, അത് സൂര്യന് പണം നൽകാനാവാതെ സ്റ്റെഫി. സാരല്ല മോളെ. ഹരി കനിയുടെ പേരിൽ പോളിസി എടുത്ത കാര്യം സ്റ്റെഫി സൂര്യനെ അറിയിക്കുന്നു. തുടർന്ന് കാണുക. സൂര്യേട്ടന് 25 ലക്ഷം തരാൻ മനസ്സിലാത്ത ഹരിയേട്ടൻ 1 കോടി രൂപ ഇപ്പോ കടലിൽ കൊണ്ട് കളയാൻ പോവാ. ഓ, 500ന്റെ 1000ന്റെ വല്ല കള്ളപ്പണമായിരിക്കും. അങ്ങേരത് എവിടെയെങ്കിലും കൊണ്ട് മുക്കട്ടെ. സൂര്യേട്ട, 1 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് LICയുടെ അക്കൗണ്ടിലേക്കാ, ഇൻഷുറൻസ് പോളിസിയുടെ പേരിൽ. ഇൻഷുറൻസ് പോളിസിയോ? ആരുടെ പേരില്? ആ കനിയുടെയും മണിക്കുട്ടിയുടെയും പേരിൽ. എന്താ സുരേട്ട? വലിയേട്ടൻ ആ കനിയുടെയും മണിക്കുട്ടിയുടെയും പേരിൽ 1 കോടി രൂപയുടെ പോളിസി എടുക്കുന്നു. 1 കോടിയോ? ഹലോ സ്റ്റെഫി. സൂര്യേട്ട, നിങ്ങൾ ജയിലിൽ പോണെന്നും സൂര്യേട്ടൻ സ്വപ്നം കണ്ട് വളർത്തിയെടുത്ത ബിസിനസ് തകരണമെന്നും ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെ ഹരിയേട്ടൻ സൂര്യേട്ടനെ സഹായിക്കാത്തത്. ഇത്രയും വലിയൊരു പോളിസിയാണ് തുടങ്ങുന്നതെന്ന് തിരുമുറ്റത്ത് ആരും അറിഞ്ഞിട്ടില്ല. സൂര്യേട്ടനിത് ഹരിയേട്ടനോട് പോയി ചോദിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ സൂര്യേട്ട, ഈ വിവരം ചോർത്തി തന്നത് ഞാനാണെന്ന് മാത്രം പറഞ്ഞേക്കരുതേ. അയ്യോ, ഞാനോ? ഇല്ല മോളെ, ഇല്ല, ഞാൻ പറയില്ല. സൂര്യേട്ട, ഇല്ല. ഒരു വലിയേട്ട് അയാൾ ഇത്രയും ചീപ്പാണെന്ന് ഞാൻ കരുതിയില്ല. സൂര്യേട്ട ചെന്ന് യാചിച്ചപ്പോ അയാൾ എന്താ ചെയ്തേ? കൈമലത്തി അങ്ങ് കാണിച്ചു. അതേ കൈകൊണ്ട് തന്നെ അയാൾ 1 കോടി രൂപയുടെ പോളിസി ആ തെണ്ടി പരീക്ഷകൾക്ക് വേണ്ടി എടുക്കുന്നു. ഇങ്ങനൊരാളെയാണല്ലോ എന്റെ ഈശ്വര സൂര്യേട്ടൻ വല്യേട്ടാ വല്യേട്ടാന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഓർക്കുമ്പോ ലജ്ജ തോന്നുന്നു. അങ്ങേർക്കപ്പോ കൂടെപ്പിറപ്പായി ഞാൻ ആരുമല്ലെന്ന് ഉറപ്പായി. അവളെയും അവളുടെ ആ പൊട്ടിപ്പെണ്ണിനെയും തിരുമുറ്റത്ത് തന്നെ ആണിയടിച്ചുറപ്പിക്കാനുള്ള വല്യേട്ടന്റെ ഒരു ഉറച്ച തീരുമാനമാണ് ഈ പോളിസി. എടുക്കട്ടെ, എടുക്കട്ടെ. അപായപ്പെടുവാൻ വേണ്ടിയാണല്ലോ അവളും ആ പൊട്ടിപ്പെണ്ണും ആ തിരുമുറ്റത്തേക്ക് വന്ന് കയറിയത്. എടുക്കട്ടെ. എടുക്കട്ടെന്നോ? നിങ്ങൾ എവിടുത്തെ അനിയനാ? നിങ്ങളോട് ഹരിയേട്ടൻ കൈ മലർത്തി കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് അവള് പറഞ്ഞിട്ട് തന്നെയാ. നിങ്ങൾ ജയിലിൽ പോയാ അവക്ക് പിന്നെ തിരുമറ്റത്ത് എന്തു ആവാലോ. ഇതങ്ങനെ ക്ഷമിച്ചു കൊടുക്കാൻ പറ്റില്ല. തിരുമുറ്റത്തോ ഹരിയേട്ടന്റെ ഓഫീസ് പഠിക്കലോ പോയി നിങ്ങൾ കുത്തിയിരിക്കണം. ഇക്കാര്യം ചോദിക്കണം. എന്തു പറഞ്ഞിട്ടാണെങ്കിലും ഇപ്പോഴത്തെ ഈ പൊല്ലാപ്പിന്ന് രക്ഷപ്പെടാൻ 25 ലക്ഷം രൂപയും കൊണ്ടേ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാവൂ. അയ്യോ എടീ, അത് പിന്നെ ഹരിയേട്ടൻ ഇതിന്റെ പേരിൽ അങ്ങേരുടെ ഇമേജിനെ ഞാൻ തകർക്കണം. എന്താ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇമേജ് ഒന്നും ഇല്ലേ? അന്തസ്സും അഭിമാനം ഒന്നും ഇല്ലാത്ത ആളാണോ നിങ്ങള്? പോലീസ് വന്ന് നിങ്ങളെ വിലങ്ങ് വെച്ചോണ്ട് പോയാലേ ഞാനെന്താ കയ്യും കെട്ടി നോക്കിയിരിക്കണോ? അതല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ വല്യേട്ടന്റെ ഇമേജ് ആണ് വലുതെങ്കിൽ ഇവിടെ തന്നെ ഇരുന്നോ. മാനക്കേടുണ്ടായ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. കിച്ചുവിനെയും കൊണ്ട് ഞാൻ അങ്ങ് പോവും, അങ്ങ് പരലോകത്തേക്ക്. തനു, എടി തനുജേ, തനു ഞാനിന്ന് പറഞ്ഞോട്ടെ. എന്താ സൂര്യ കാണണമെന്ന് പറഞ്ഞത്? അത് അല്ല, ഹരിയേട്ടന് അറിയാലോ ഞാനാകെ പ്രശ്നത്തിലാ. നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്നെ കൊണ്ടാവില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ? അതെ, പക്ഷേ എനിക്ക് മുന്നിൽ വേറെ മാർഗമൊന്നും തുറന്നു കിട്ടിയില്ല. അതുകൊണ്ടാ ഞാൻ ഇപ്പോഴും പറയുന്നു, എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയില്ല. ഓ, അറിയാം ഹരിയേട്ടാ. ഹരിയേട്ടനിപ്പോ എന്റെ പ്രശ്നങ്ങളൊന്നും അല്ലല്ലോ വലുത്. ഞാൻ ജയിലിൽ പോയാ തിരുമുറ്റം വീട്ടുകാർക്ക് ഒരു ആക്ഷേപം ഉണ്ടാവും. അതിനപ്പുറം ഒന്നും സംഭവിക്കില്ലല്ലോ. വീടിനായാലും വീട്ടുകാർക്കായാലും അന്തസ്സിന് കോട്ടം തട്ടിക്കുന്നത് അത്ര നിസ്സാര കാര്യമൊന്നുമല്ല. അല്ല, സംഗതി സാരം തന്നെയാ, എനിക്കതറിയാം. പക്ഷേ വേറെ നിവൃത്തിയില്ലാത്തവന് തൂക്കുകയറെടുക്കുന്നതിനേക്കാൾ നല്ലത് ജയില് തന്നെ. ഇതാവർത്തിക്കാനാണോ നീ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? അല്ല, ഞാനൊരു 25 ലക്ഷം രൂപ ചോദിച്ചപ്പോൾ ഹരിയേട്ടൻ കൈമലർത്തി കാണിച്ചു. ആ ഹരിയേട്ടൻ തന്നെ കനിയെയും അവളുടെ പൊട്ടിപ്പെണ്ണിനെയും 1 കോടി രൂപ കൊണ്ട് അഭിഷേകം ചെയ്യാൻ പോവല്ലേ. അതറിയുമ്പോ ഇരിപ്പുറയ്ക്കോ ഹരിയേട്ടാ?
അച്ഛനെയും ഞങ്ങളെയും അറിയിക്കാതെ ഹരിയേട്ടൻ ഇങ്ങനൊരു തീരുമാനമെടുത്തത് വളരെ മോശമായി പോയി. 1 രൂപയുടെ പോലും വിലയില്ലാത്ത ആൾക്കാരെ വീട്ടിൽ കൊണ്ടുവന്ന് കയറ്റിയതും പോരാ, അവർക്ക് വേണ്ടി 1 കോടി രൂപയുടെ LIC എടുക്കുക. അവരെ കോടിപതികളാക്കിയിട്ടോ അവരുടെ ജീവിതത്തിന് പോളിസി സുരക്ഷ ഉറപ്പാക്കിയിട്ടോ ഹരിയേട്ടൻ എന്ത് കിട്ടാനാ? ഊരുതണ്ടിയുടെ ചരിത്രമേ കനിയടത്തേക്കും ആ പൊട്ടിപ്പെണ്ണിനുമുള്ളൂ. അവര് ഹരിയേട്ടന്റെ കയ്യിൽ നിന്ന് കിട്ടാവുന്നത്ര സ്വരുക്കൂട്ടി തിരുമുറ്റത്ത് നിന്ന് നാളെ ഇറങ്ങിപ്പോയെന്ന് വരും. അതെ, ഹരിയേട്ടൻ ഇപ്പൊ കാണുന്ന ഈ കുട്ടികളെയും പൊട്ടങ്ങളെയും നല്ല ജീവിതം. ഹരിയേട്ടന് മുന്നിൽ അവര് സാധുക്കളെ പോലെ മിണ്ടാപ്രാണികളെ പോലെ അഭിനയിക്കുന്നതാ. എന്തിന്? തിരുമുറ്റത്തെ വീട്ടിൽ ആധിപത്യം ഉറപ്പിക്കാൻ, തിരുമുറ്റത്തെ വീട്ടിൽ നിന്ന് എല്ലാരും പുറത്താക്കാൻ. ഇന്ന് 1 കോടി, നാളെ 9 കോടി. കിട്ടുന്ന കോടികൾ മുഴുവൻ അവരുടെ കയ്യിലല്ലേ? ഇത് എനിക്കോ ആതിരയ്ക്കോ ജയനോ ഒന്നും സഹിക്കില്ല ഹരിയേട്ടാ. എന്റെ ജീവിതത്തിൽ നീ ഇടപെടണ്ട. അതെന്താ? ഇതെന്റെ ജീവിതമാണ്. എനിക്കറിയാം എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്ന്. തിരുമുറ്റത്ത് ഗ്രൂപ്പിന്റെ മുതലേ ഹരിയേട്ടൻ അങ്ങനെ തോന്നുന്ന പോലൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിലൊരു നയാ പൈസ പോലും എടുത്ത് കണ്ട നശൂലങ്ങൾക്കൊക്കെ ചെലവഴിച്ചാൽ പോലും ഹരിയേട്ടൻ അതിന് കണക്ക് കാണിക്കേണ്ടി വരും. ആരുടെ മുന്നിൽ? അച്ഛന്റെ മുന്നിൽ, എന്റെയും ജയന്റെയും ആതിരയുടെയും മുന്നിൽ. അച്ഛന്റെ കാര്യം വിട്. ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എന്തിനാണ് കണക്ക് കാണിക്കുന്നത്? അതറിയാനുള്ള എന്ത് അവകാശം നിങ്ങൾക്കുള്ളത്? ഹരിയേട്ട ഒരുമാതിരി മറ്റടുത്ത ന്യായം പറയരുതേ. എന്താടാ, എന്റെ ന്യായം നിനക്ക് ശരിയല്ലെന്ന് തോന്നുന്നുണ്ടോ? എന്റെ വിയർപ്പും വിലപ്പെട്ട സമയവും കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ സമ്പാദ്യത്തിന് അവകാശം പറയാൻ നിനക്ക് നാണമില്ലടാ. കുടുംബസ്വത്തിൽ നിന്നും നിനക്ക് കിട്ടേണ്ട ഓഹരി ചോദിച്ചു വാങ്ങി പെണ്ണിനെയും കുഞ്ഞിനെയും കൊണ്ട് തിരുമുറ്റത്ത് നിന്നും ഇറങ്ങിപ്പോയവനല്ലേ നീ? അർഹതപ്പെട്ടതിലധികം നീ വാങ്ങിയിട്ടേ ഉള്ളൂ. നീയും നിന്റെ പെണ്ണും പിന്നെയും വന്ന് എരന്ന് നിന്നിട്ടേ ഉള്ളൂ. വെറും കൈയോടെ മടങ്ങിയിട്ടുമില്ല. ആനി പോയതോടെ നീയൊക്കെ എന്താ കരുതിയത്? എന്റെ ജീവിതം അവസാനിച്ചെന്നോ? എന്റെ ഏഞ്ചലിന് വേണ്ടി എനിക്ക് ജീവിച്ചേ പറ്റൂ. എന്റെ സ്വത്ത് കണ്ട് ഭ്രമിച്ച് പിന്നാലെ കൂടിയവളല്ല കനി. അവൾ എന്റെ കൂടെ ഇന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ നിയോഗമാ. ആ നിയോഗത്തെ വെട്ടിമുറിക്കാൻ നിനക്കെന്നല്ല ഒരു ശക്തിക്കും കഴിയില്ല. പിന്നെ നീ പറഞ്ഞ പോളിസി, കനിക്കും മണിക്കുട്ടിക്കും ഞാൻ കൊടുക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് തന്നെയത്. ഇങ്ങനെ ഒരു സഹോദരൻ ഉള്ളതുകൊണ്ട് അവർക്ക് ഞാനൊരു ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത് നല്ലത് തന്നെ. അവരുടെ ജീവിതത്തിന് സുരക്ഷ കൊടുത്തല്ലേ പറ്റൂ. കൊടുത്തോ? ഒന്നല്ല, എത്ര കോടി വേണമെങ്കിലും ഇൻഷുറൻസ് സുരക്ഷ കൊടുത്തോ. പറ്റുമെങ്കിൽ ആ നാശങ്ങൾക്ക് ചുറ്റും ഒരു കമ്പിവേലിയും കെട്ടിക്കോ. അറിഞ്ഞു തരാത്തിടത്ത് തട്ടിപ്പറിക്കാൻ അറിയാഞ്ഞിട്ടല്ല, ഞാൻ നിങ്ങളുടെ അനിയനായിപ്പോയി. ഹരിയേട്ട നമ്മൾ കൂടെ പിറപ്പുകളാ, ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്നവര്. ആ നില മറന്നിട്ട് വല്യേട്ടൻ ഇപ്പൊ പ്രവർത്തിക്കുന്നേ. ആനയടുത്തി ഉള്ളപ്പോ ഞാൻ നിങ്ങളൊക്കെ ഒട്ടി നിന്നിട്ടേ ഉള്ളൂ. ഇപ്പൊ വന്ന് കയറിയവള് കാരണം ദേ നമുക്കിടയിൽ ഒരു വര വീഴാൻ പോവാ. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട.
പറ്റു കനിമ? ഒന്നുമില്ല മണിക്കുട്ടി. കനിമ കരഞ്ഞല്ലോ, എന്തിനാ കരഞ്ഞേ? അത് പിന്നെ കനിമയുടെ കണ്ണിൽ പൊടി വീണതാ. അയ്യോ, ആണോ? കണ്ണു കാണിച്ചേ, മണിക്കുട്ടി ഊത്തരാം. പൊടി പോയി. ഇനി കനിമ കരണ്ട കേട്ടോ. കനിമ കരഞ്ഞല്ലേ മണിക്കുട്ടിക്ക് സങ്കടാവും. പപ്പ, എന്റെ കനിമയുടെ കണ്ണില് പൊടി വീണു. ഞാൻ തോതി കഴിഞ്ഞല്ലോ. ഏഞ്ചൽ ഇവിടെ? അച്ഛന്റെ അടുത്തുണ്ട്. ഏഞ്ചൽ അപ്പൂപ്പന്റെ അടുത്തിരിക്കണോ? ഞാൻ അപ്പൂപ്പന്റെ അടുത്തിരിക്കവേ. കനി, ആ പോലീസ് ഏജന്റ് സതീഷ് വിളിച്ചിരുന്നു. നിങ്ങൾ രണ്ടുപേരുടെയും തിരിച്ചറിയൽ രേഖകൾ എടുത്തു വെച്ചില്ലേ? ഇല്ല, എനിക്കോ മണിക്കുട്ടിക്കോ ഈ പറയുന്ന തിരിച്ചറിയൽ രേഖകളൊന്നുമില്ല. തിരിച്ചറിയൽ രേഖകൾ കൈവശമില്ലെന്നാണോ? നഷ്ടപ്പെട്ടതാണോ അതോ എടുത്തിട്ടില്ലേ? ഞങ്ങൾ ആര് ഏതെന്നൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നാലും തിരിച്ചറിയൽ രേഖകൾ കനിയുടെ കൈവശം ഉണ്ടാവുമല്ലോ. ഇല്ല, എനിക്കോ മണിക്കുട്ടിക്കോ ഈ പറയുന്ന പോലുള്ള ഒരു രേഖകളും ഇല്ല. ഞങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. കനി എന്തൊക്കെയാണ് ഈ പറയുന്നത്? സർക്കാരിന്റെ ഒരു രേഖകളിലും കനിയുടെയോ മണിക്കുട്ടിയുടെയോ വിവരങ്ങളില്ലെന്നാണോ? എനിക്കത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട് കനി. എന്നെ വെറുതെ പട്ടുപിടിപ്പിക്കല്ലേ. ഒന്നാമത് ഞാൻ നല്ല മൂഡിലല്ല ഇങ്ങോട്ട് വന്ന് കയറിയിരിക്കുന്ന തന്നെ. എനിക്കിതെങ്ങനെ പറഞ്ഞു വിശ്വസിപ്പിക്കണമെന്ന് അറിയില്ല. കനി, ഇതൊരു നിസ്സാര മാറ്റർ അല്ല. തോട്ടിപ്പണി എടുക്കുന്നവരുടെ ശമ്പളം പോലും ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത് ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന കാലമാണിത്. ഒരു രേഖകളുമില്ലാതെ ഇത്രകാലം നിങ്ങൾ എങ്ങനെ ജീവിച്ചു? എനിക്കിതിൽ അതിശയം തോന്നുന്നുണ്ട്. നിങ്ങളുടെ തിരിച്ചറിയൽ രേഖകൾ എന്തെങ്കിലും ഇനി ഫാദറിന്റെ കാണോ? ഇല്ല. ഒരു രേഖയുമില്ലെന്നാണോ? ഞാനും ഉണ്ണിക്കുട്ടനും മണിക്കുട്ടിയും തോളിലിട്ട് വെറും കൈയോടെയാ ഫാദറിന്റെ മുന്നിൽ എത്തിയത്. പ്രായപൂർത്തിയാകാത്തതുകൊണ്ട് ഈ പറയുന്ന തിരിച്ചറിയൽ രേഖകളൊന്നും എനിക്കില്ലായിരുന്നു. മണിക്കുട്ടിയെ ഉണ്ണിക്കുട്ടിനെയും കൊണ്ട് സുരക്ഷിതമായൊരിടത്തേക്ക് എത്തിച്ചേരണമെന്ന ചിന്ത, അത് മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോ ആകെ കുഴഞ്ഞല്ലോ. തെറ്റെന്റെ ഭാഗത്താണ്. കനിക്കും മണിക്കുട്ടിക്കും തിരിച്ചറിയൽ രേഖകളൊക്കെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണമായിരുന്നു ഇൻഷുറൻസ് പോളിസി എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിത്തിരിക്കാൻ. ഞാനിതൊക്കെ നേരത്തെ പറയേണ്ടതായിരുന്നു അല്ലേ സാർ? ഏയ്, എനിക്ക് അങ്ങനെയും തോന്നിയില്ല. കല്യാണത്തിന് മുമ്പ് ഇതെല്ലാം ഞാൻ അന്വേഷിക്കേണ്ടതായിരുന്നു. ഇതിപ്പോ ഇൻഷുറൻസ് പോളിസി എന്ന ചാപ്റ്റർ ഇവിടെ ക്ലോസ് ചെയ്യേണ്ടി വരും. പക്ഷെ ഇതിന്റെ പേരിൽ ചിലരുടെ ഉറക്കം നഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. അവരാരും അടങ്ങിയിരിക്കാനും പോകുന്നില്ല. പ്രീമിയം തുക 50 ലക്ഷവും കേട്ടപ്പോ ഞാനും ഇങ്ങനെ ഞെട്ടിയത്. മണിക്കുട്ടിക്കും കനിക്കും പ്രീമിയം തുക 50 ലക്ഷം വെച്ച് വർഷം തോറും 1 കോടി രൂപ. 1 കോടി രൂപയോ? അതും ഹരിയേട്ടന്റെ സമ്പാദ്യത്തിൽ നിന്ന്. പ്രീമിയം തുക 50 ലക്ഷം രൂപ വെച്ചാവുമ്പോ ഇത് എത്ര കോടി രൂപയുടെ പോളിസി ആയിരിക്കും തനിച്ചെടുത്തി? ഒരു പോളിസി തന്നെ ഏതാണ്ട് 10-15 കോടിയോളം വരുമെന്നാ സൂര്യേട്ടൻ പറഞ്ഞു. അയ്യോ, 15 കോടിയോ? 15 × 2 30 കോടി രൂപയുടെ മുതലാ മോളെ ഇപ്പൊ അവിടെ വന്ന് കിടക്കുന്ന തെണ്ടി പരീക്ഷകളുടെ മൂല്യം. എനിക്ക് തല കറങ്ങുന്നു. എങ്ങനെ കറങ്ങാണ്ടിരിക്കും? നിനക്കും എന്റെ സൂര്യേട്ടനും കിട്ടേണ്ട സൗഭാഗ്യമല്ലേ ആ ഒരുമ്പെട്ടോളും ആ പൊട്ടി പെണ്ണും കൂടെ തട്ടിയെടുത്തിരിക്കുന്നത്. എങ്കിലും എന്റെ തനുജെടുത്തി ഇത്രയും വലിയ തുകയുടെ ഒരു പോളിസി അച്ഛൻ ചോദിച്ചപ്പോ വല്യേട്ടൻ എന്താ പറഞ്ഞെന്നറിയോ? അച്ഛാ, കനിക്കും മണിക്കുട്ടിക്കും ഒരു പോളിസി എടുത്തെന്ന്, അവരുടെ ലൈഫ് കവറായെന്ന്. ആ നാശങ്ങളുടെ മാത്രമല്ല, അവളൊക്കെ പ്രസവിച്ചു കൂട്ടുന്ന തലമുറകളുടെ ലൈഫ് വരെ കവർ ചെയ്തിരിക്കല്ലേ നിന്റെ വല്യേട്ടൻ. എങ്കിലും എന്റെ വല്യേട്ടാ, കേട്ടപ്പോ ഞാൻ കരുതിയത് 10,500 രൂപയുടെ പോളിസി ആയിരിക്കും. കാര്യങ്ങൾ സ്റ്റെഫി അറിഞ്ഞതുകൊണ്ട് നമ്മുടെ ചെവിയിലെത്തി. അതോടെ LICയുടെ പേരിൽ ഹരിയേട്ടൻ നടത്തിയ രഹസ്യ നീക്കം പൊളിഞ്ഞു. സംഗതി കേട്ടപ്പോ നിന്റെ വല്യേട്ടനെ കൊല്ലാനുള്ള ദേഷ്യ സൂര്യേട്ടൻ ഉണ്ടായത്. എനിക്കായിട്ടിത് സഹിക്കുന്നില്ല. പിന്നെ സൂര്യേട്ടന്റെ കാര്യം പറയണോ? സൂര്യേട്ടൻ പോയി കണ്ടു നിന്റെ വല്യേട്ടന്. ഈ തെമ്മാടിത്തരത്തിന് നല്ല 4 വർത്താനം പറഞ്ഞിട്ടുണ്ട്. വേണം തനുജെടുത്തി, വല്യേട്ടൻ അത് കിട്ടണം. പാവം എന്റെ സൂര്യേട്ടൻ 25 ലക്ഷത്തിന് വേണ്ടി ഓടി നടക്കുവാണല്ലോ. കൈമലർത്തി കാണിച്ച ആളല്ലേ ആ പുറമ്പോക്കുകൾക്ക് വേണ്ടി ലക്ഷങ്ങൾ വാരി എറിയുന്നത്. 30 കോടി
അതെന്റെ മനസ്സൊന്നും പോണില്ല തനുജേടത്തി. അവക്ക് ലോട്ടറി അടിച്ചിരിക്കല്ലേ. തിരുമുറ്റം വീട് മാത്രമല്ല, തിരുമുറ്റം ഗ്രൂപ്പിന്റെ പേരിലുള്ള സർവ്വ സ്വത്തുവകകളും വെട്ടിപ്പിടിച്ചതിന്റെ സന്തോഷവും ആഹ്ലാദവും ഒക്കെ കാണും ആ നശിച്ചവക്ക്. അവളുടെ ആഹ്ലാദവും ആനന്ദവും ഒക്കെ ഇന്നത്തോടെ ഞാൻ തീർത്തു കൊടുക്കാം. ഇവളുടെ മുഖത്ത് ഒരു സന്തോഷവും കാണാനില്ലല്ലോ. മനഃപൂർവ്വം ഒന്നും പുറത്തു കാണിക്കാത്തതാവും. ഹെടി, തിരുമുറ്റത്ത് വീട്ടിൽ ഞാനുള്ളിടത്തോളം കാലം നീ കോടിപതി ആകില്ല. അയ്യോ, ഇതെന്തു പറ്റി? കനിയെടുത്തി ആകെ മൂഡ് ഓഫ് ആണല്ലോ. ഏയ് ഒന്നുമില്ലാതിരെ. കള്ളം. വല്യേട്ടൻ പറഞ്ഞിട്ടുണ്ടാവും വലിയ സന്തോഷവും ആഹ്ലാദവും ഒന്നും കാണിക്കണ്ടെന്ന്. അല്ലേ കനിയെടുത്തി? അല്ല, വല്യേട്ടൻ അങ്ങനെ ഒരു തിരക്കഥ തയ്യാറാക്കി അതിലെ പ്രധാന വേഷം നന്നായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ആതിരെ എന്തൊക്കെയായി പറയുന്നേ? തിരക്കഥയോ? എന്ത് തിരക്കഥ? ഞങ്ങളുടെ മൂത്തമ്മ പറയുന്നൊരു തമാശയുണ്ടായിരുന്നു. ചില നാഴികളില് എത്ര കൈ അരിമണി വാരിയിട്ടാലും അത് നിറയില്ലെന്ന്. ഇവിടെ ഇപ്പോ ചിലരുടെ മനസ്സങ്ങനെയാണല്ലോ. ഇവരൊക്കെ കണ്ണു നിറഞ്ഞ് സന്തോഷിക്കുന്നത് കാണണമെങ്കിൽ എന്റെ മൂത്തമ്മയെ ഖജനാവ് കാലിയാക്കി കാണിക്കേണ്ടി വരും. ആതിരെ നല്ല രസമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. എടി പിശാചേ, ഒന്നും അറിയാത്തതുപോലുള്ള നിന്റെ അഭിനയം തകർക്കുന്നുണ്ട്. അല്ല, ഈ പറഞ്ഞ മൂത്തമ്മ ഇപ്പൊ എവിടെയാ? ഏത് മൂത്തമ്മ? ആ, അവര് മരിച്ചുപോയി. കനിയെടുത്തിക്കിന് സ്വന്തം കാര്യം ഓർത്തോ മണിക്കുട്ടിയുടെ കാര്യം ഓർത്തോ ടെൻഷൻ അടിക്കണ്ടല്ലോ. ഒരു പോളിസി എന്ന് വെച്ചാൽ എന്താ? ഭാവി ജീവിതം സുരക്ഷിതമാക്കുന്ന ഒരു നിലവറ. കൈ മുറിഞ്ഞാലും കണ്ണു പോയാലും കാലൊടിഞ്ഞാലും ഇനിയിപ്പോ വണ്ടി ഇടിച്ചങ്ങ് ചത്തുപോയാലും ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ നോ ടെൻഷൻ. വല്യേട്ടനിപ്പോ മറ്റൊരു ചിന്തയും ഇല്ലെങ്കിലും കനിയെടുത്തിയ മണിക്കുട്ടിയെ കുറിച്ച് നല്ല ചിന്തയുണ്ട്. അന്ന് ആനയെടുത്തി വന്നു കയറിയത് എല്ലാം ഉള്ളൊരു വീട്ടിൽ നിന്നായിരുന്നല്ലോ. ആനയെടുത്തിക്ക് വലിയ പഠിപ്പുണ്ടായിരുന്നു. അപ്പനും അമ്മയും വലിയ സമ്പന്നരായിരുന്നു. അവരുടെ തറവാടെന്ന് വെച്ചാലേ പണ്ടേ പേര് കേട്ട വലിയൊരു തറവാടായിരുന്നു. ആനയെടുത്തിക്കുണ്ടായിരുന്ന നിലയും വിലയും കനിയെടുത്തിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലല്ലോ. എന്നാലും 4 ആളുടെ മുമ്പിൽ കനിയെടുത്തിക്കൊരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി വല്യേട്ടൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. ആ, കനിയെടുത്തി ഭാഗ്യം ചെയ്തവളാ. എന്റെ വല്യേട്ടനെ പോലൊരു സമ്പന്നനെ ഭർത്താവായിട്ട് കിട്ടുന്നു. മണിക്കുട്ടിയെയും കനിയെടുത്തിയും വല്യേട്ടൻ പൊന്നുപോലെ നോക്കുന്നു. പിന്നെ 2 ആളുടെയും ഭാവിയെ കരുതി ഇൻഷുറൻസ് പോളിസി എടുത്തു തരുന്നു. ഒരു പോളിസി മതിയല്ലോ ജീവിതം മാറി മറിയാൻ. എന്നിട്ടും കനിയെടുത്തിന്റെ മുഖത്തൊരു സന്തോഷമില്ലാന്ന് പറയുമ്പോ ഒന്നും വിട്ടു പറയില്ല നീ. ഇനി തനുജെടുത്തി പറഞ്ഞത് സത്യം തന്നെയാണോ? അല്ല, ഇത് അച്ഛനാണോ? അല്ല, സാറിന്. എല്ലാം വല്യേട്ടന്റെ നാവിന്ന് തന്നെ അറിയണം. 30 കോടി രൂപ എന്റെ അമ്മേ. ചായ വല്യേട്ടനാണോ? ഞാൻ കൊടുക്കാം. കനിയെടുത്തി വന്നതി പിന്നെ എന്റെ കൈ കൊണ്ടൊരു ചായ വല്യേട്ടന് കൊടുത്തിട്ടേ ഇല്ല. ശരി. തനുജയെടുത്തി വിളിച്ചു പറഞ്ഞത് നേരാണോന്നറിയണം. വല്യേട്ടാ, ചായ. കനിയവിടെ? അടുക്കളയിലുണ്ട്. ഈ ചായ തന്നിട്ട് വല്യേട്ടന് കൊടുത്തേക്കാൻ പറഞ്ഞു. കനിയെടുത്തിക്ക് എന്തു പറ്റി വല്യേട്ടാ? മുഖം തെളിയുന്നേ ഇല്ല. നീ ചായ അവിടെ വെച്ചിട്ട് പൊയ്ക്കോ. സങ്കടമുണ്ട് വല്യേട്ടാ. എത്ര നാളായി എന്റെ കൈ കൊണ്ടൊരു ചായ മേടിച്ചു കുടിച്ചിട്ട്. ഇതങ്ങോട്ട് വാങ്ങിച്ചേ. വല്യേട്ടനിത് എന്തു പറ്റി? മുഖത്ത് നല്ല ക്ഷീണമുണ്ടല്ലോ. ഏയ്, ഒന്നുമില്ല. എന്തോ ഒന്ന് മറച്ചു വെക്കേണ്ടി വരുന്നതിന്റെ വല്ലായ്മയുണ്ട് അല്ലേ വല്യേട്ടാ? അതിരെ, ഞാൻ തല പെരുത്താ വന്ന് കയറിയത്. അതുകൊണ്ടാ ഞാൻ കനിയോടൊരു ചായ എടുക്കാൻ പറഞ്ഞത്. നീ ഇതെനിക്ക് തരാൻ വന്നതാണോ അതോ തലവേദന ഉണ്ടാക്കാൻ വന്നതാണോ? അതെന്താ വല്യേട്ടാ അങ്ങനെ പറഞ്ഞത്? ആതിരെ, പ്ലീസ്,
എനിക്കിത്തിരി സമാധാനം വേണം. ഞാൻ പോയേക്കാം. ഈ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ എന്റെ അമ്പിളേട്ടനെ കൊണ്ട് പോയേക്കാം. പക്ഷെ അതുകൊണ്ടൊന്നും വല്യേട്ടന് സമാധാനം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കയ്യിലുള്ള പൈസയൊക്കെ ഇങ്ങനെ അനാവശ്യമായിട്ട് ചെലവഴിച്ച് കളയുമ്പോ ആർക്കായാലും ടെൻഷൻ വരും. ഉള്ള സമാധാനവും പോവും. നിനക്കിപ്പോ എന്താ അറിയേണ്ടത്? നീ ചായം കൊണ്ട് വന്നപ്പോഴേ എനിക്ക് തോന്നി നിന്റെ വരവത്ര നല്ലതിനല്ലെന്ന്. കനിയടത്തിയുടെയും മണിക്കുട്ടിയുടെയും പേരില് വല്യേട്ടൻ എത്ര രൂപയുടെ പോളിസിയാ എടുത്തത്? ഓ, അപ്പൊ അതാണ് കാര്യം. എനിക്കത് അറിയണം. ഞാൻ ഈ വീട്ടിൽ അന്യൊന്നും അല്ലല്ലോ. വല്യേട്ടന്റെ പെങ്ങളല്ലേ? അപ്പോ സംഗതി നിന്റെ ചെവിയിലെത്തി. എന്നെ പെരുവഴിയിൽ തടഞ്ഞു നിർത്തി ഒരുത്തം വലിയ ഭീഷണി മുഴക്കിയിട്ട് ഒരല്പം നേരം ആയതേ ഉള്ളൂ. ഇനി പെങ്ങളുടെ വക എന്താണാവോ ഭീഷണി? വല്യേട്ടാ, ഞങ്ങൾക്കതിൽ ദണ്ണമുണ്ട്. വല്യേട്ടന്റെ ഇത്രയും കാലത്തെ വിയർപ്പിനും അധ്വാനത്തിനും ഒക്കെ അവകാശം പറയാൻ ഇവിടെ ഒരാളെ ഉള്ളൂ. അത് ഏഞ്ചൽ മോള. കനിയടത്തിക്കും മണിക്കുട്ടിക്കും അതിൽ യാതൊരു അവകാശവും ഇല്ല. അവർക്ക് വേണ്ടി വല്യേട്ടൻ വാരിക്കോരി ചെലവാക്കാനും പാടില്ല. അപ്പോ എന്റെ പൊന്നു പെങ്ങൾക്ക് സഹോദര സ്നേഹമുണ്ട്. ഉണ്ട്. ഉള്ള സ്വത്തും സമ്പാദ്യവും മുഴുവൻ വല്ല ആശ്രമത്തിനോ അനാഥാലയത്തിനോ എഴുതി കൊടുത്തിട്ട് നടക്കുന്ന പല കോടീശ്വരന്മാരും ഉണ്ട്. ഇതിപ്പോ ഈ പോക്ക് അങ്ങനെയല്ലല്ലോ. എല്ലാം രണ്ടാം ഭാര്യയ്ക്ക് എഴുതി കൊടുത്തിട്ടും അച്ഛന്റെ ആ വീൽ ചെയർ കയറി ഇരിക്കാനാണോ വല്യേട്ടന്റെ ഉദ്ദേശം? കൊള്ളാം, സൂര്യനേക്കാളും കലക്കിയിട്ടുണ്ട്. സംഗതി നീ ഏതു നേരം വീട്ടിനകത്താണെങ്കിലും തലച്ചോറ് നല്ലവണ്ണം പ്രവർത്തിക്കുന്നുണ്ട്. സന്തോഷം. ചിന്തകൾ കൂടുന്നത് ബ്ലഡ് സർക്കുലേഷന് നല്ലതാ. വല്യേട്ടാ, ഇത് തമാശക്കളിയല്ല. വല്യേട്ടൻ അവർക്ക് വേണ്ടി എത്ര രൂപയുടെ പോളിസി എടുത്തേ? 100 കോടി.